മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ടു. ഒരു ഭീകരമായ ഒരവസ്ഥ. ഒരു ഭാര്യയും ഭർത്താവും ഒരു ടാങ്കർ ലോറിക്ക് അടിയിലേക്ക് പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് വളരെ ഭീകരമായിരുന്നു. എന്തായാലും അവരിപ്പോൾ നമ്മളോടൊപ്പമാണ്. നമുക്ക് അവരുമായി സംസാരിക്കാം. എന്താ പേര്? ഇന്നലെ നമ്മൾ ആ CCTV ദൃശ്യത്തിൽ കണ്ടു. ആ ലോറിക്ക് അടിയിലേക്ക് പോയൊരവസ്ഥ എന്തായിരുന്നു അവരുടെ അനുഭവം? നമ്മൾ മേപ്പാടിക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ടതാണുള്ളത്. ഞങ്ങൾ പതുക്കെ വരുമ്പോൾ കണ്ടിട്ട് അവിടെ താഴെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ പതുക്കെ വന്നത്. പിന്നെ രണ്ടാമത് പൊട്ടുമ്പോഴാണ് അടിച്ച് വന്നത്. അതിൽ വരുമ്പോൾ ഞാൻ വന്നത്, ഞാൻ സ്പീഡ് കൂട്ടിയത്. നിങ്ങൾ എവിടെ ബസ് സ്റ്റോപ്പിലായിരുന്നു? അത് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ഓടാൻ തുടങ്ങിയിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ വന്ന് ഞങ്ങളെ തട്ടിയിട്ട് ലോറിക്ക് അടിയിൽ കൊണ്ടുപോയി. ഞങ്ങൾക്ക് കുട്ടികളത് ആ സമയത്ത് കുട്ടികളാകുന്ന ഞങ്ങൾ വിചാരിച്ചത്. കുട്ടികളെ പോയോ, കുട്ടികളെ നോക്കാൻ പറ്റാ എന്താണ് അറിയില്ല. നമുക്ക് മനസ്സിലെ ഒരു ഇതായില്ല, பயங்கர புத்திமுட்டாயி. அதக்க தாயை விழுகும்போது நமக்கு இது கிடையாது, ஓவர்மன் கிடையாது. அந்த டேங்கர் லாரிக்கு அடியில் வந்ததுக்கு பிறகுதான் அந்த முழிப்பே வந்து முழிச்சு பார்த்தோன்னே லாரிக்கு அடியில் கிடந்தது. அப்போ தான் எங்களுக்கு தெரியும். அப்போ தான் நாங்கள் வேகமாக எந்திரிச்சு பார்க்கையில தான் அந்த லாரிக்குள்ளே அந்த பையன் கத்திக்கிட்டு இருந்தது எங்களுக்கு கேட்டுச்சு. அதுக்கப்புறம் ശരിക്കും ഈ ലോറി നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത്? ലോറി ദൈവത്തെ പോലെ ഞങ്ങൾ എന്തിനു വന്നതായിരുന്നു മേപ്പാടിക്ക്? ബാങ്കിന് പോയതാണ്. ബാങ്കിന് കുട്ടികളിന് പാസ് എടുക്കാൻ വേണ്ടി പോയത്. എത്ര കുട്ടികളാണ്? എത്ര വയസ്സായിട്ടുണ്ട്? ഒരു കുട്ടിക്ക് 15 വയസ്സായി, ഒരു കുട്ടിക്ക് 13 വയസ്സായി. അവരിപ്പോ ഇവിടെ ക്യാമ്പിലുണ്ടോ? ക്യാമ്പിലുണ്ട്. കുട്ടികൾക്ക് ഇത് കാർഡ് എടുക്കാൻ വേണ്ടി പാസ് KSRTC പ്രീ പാസ് എടുക്കാൻ വേണ്ടി പോയതാ. എന്തായാലും ആ വീഴ്ചയിൽ പെട്ടെന്ന് ഭാര്യയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അല്ലേ? ഏൽപ്പിച്ചത് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചെടുക്കണം. അതാണ് നമുക്ക്. എന്തായാലും രണ്ടാളും പോകണം. ഇല്ലെങ്കിൽ ഇപ്പൊ വീടിന്റെ ഒരു അവസ്ഥ എന്താണ്? ആ വീടിന്റെ അവസ്ഥ ഉണ്ട്. വീടിന്റെ പോകാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ പോകാൻ പറ്റില്ല. അവിടെ ആ മണ്ണൊക്കെ എടുത്താലേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. മണ്ണ് എടുക്കണം. മണ്ണ് അതാണ് പേടിയാണ്. ഞങ്ങൾ രാത്രിക്ക് സംഭവിക്കുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ പേടിയാണ്. അവിടെ ഇങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ അറിയില്ല. അവിടെ തന്നെ താമസിക്കണം എന്നാണ് ആഗ്രഹം? അവിടെ തന്നെ താമസിക്കാൻ. എന്തായാലും ഇപ്പം മണ്ണ് എടുത്തതിന് ശേഷമേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും വലുതാണ് നമ്മുടെ ജീവൻ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ? അതിൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാനാണ്. അതാണ് ദൈവത്തിൻ്റെ അമ്മയുണ്ട് അവിടെ, മാരിയമ്മക്ക് നന്ദി പറയാനാണ്. തീർച്ചയായും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് ഇവർ രക്ഷപ്പെട്ടത്. ഒരു പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് തന്നെ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.